ഹായ് എവ്രി വൺ. വെണ്ടക്കായ കറി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാനേ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ചെക്കൻ്റെ വീട്ടിൽ പോവില്ലേ, അന്ന് പോയപ്പോൾ എൻ്റെ അച്ഛൻ, അവിടുത്തെ അച്ഛൻ വെച്ച് തന്ന കറിയാണ്. കാരണം അച്ഛനും മകനും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരത്തേക്കായിട്ട് അച്ഛൻ്റെ വക വെണ്ടയ്ക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നാളികേരത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, നാളികേരം അരച്ച് ചേർത്ത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു. ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, ആദ്യം തന്നെ നമ്മൾ വെണ്ടക്കായ ഒരു 4-5 ചെറുതാക്കി നുറുക്കി ഒന്ന് വഴറ്റി, ഒരു 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു 2 സവോള ചെറുതാക്കി അരിഞ്ഞ് അതും മിക്സ് ചെയ്തിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും ഒരു 3 മിനിറ്റ് നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് സ്ലൈസ് ചെയ്തത്, വേപ്പില, അതൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ കൂട്ടങ്ങളൊക്കെ ഒരുമിച്ചിട്ടിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം വെണ്ടക്കായ നമ്മളൊരു 3 മിനിറ്റ് വഴറ്റി, അതിനുശേഷം സബോള, അതിനുശേഷം ഇപ്പോൾ ഈ ഇട്ടിട്ടുള്ള ഐറ്റംസൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റുക. അതിനുശേഷം നമുക്ക് തക്കാളി ചെറുതാക്കി നുറുക്കിയത് അതും ഒരുമിച്ച് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊക്കെ വഴഞ്ഞു വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ അത്ര നമ്മുടെ കോൽപ്പുളി വെള്ളത്തിലിട്ട് വെക്കാം. അത് പിഴിഞ്ഞ് നമുക്കിതിൽ ചേർക്കണം. ഇതിൽ മുളക് പൊടി ചേർക്കാതെയാണ് വെക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2.5 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം നമുക്ക്. ഉപ്പ് പാകത്തിന്, പിന്നെ 1.5 ഗ്ലാസ് വെള്ളം. ഈ കൂട്ടൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ആ ഒരു രീതിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ചെറിയ ജാറിൽ നാളികേരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നാളികേരം എടുക്കണ്ടു. ചെറിയ ജാറിലേക്ക് അതിൽ പെരിഞ്ചീരകം ഇട്ട് അരച്ചെടുക്കണം. പുളിവെള്ളം ചേർക്കേണ്ട സമയമായി. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ പുളിവെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മൾ നാളികേരം അരച്ച അരപ്പും ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം ഞാനത് അടച്ചു വെച്ച് വേവിച്ചു. ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്, സോസേജ്. ഇത് സ്ലൈസായിട്ട് അരിഞ്ഞ് ഇതിൽ നമുക്ക് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് താളിക്കാനായിട്ട് ഇതിൽ ഉലുവയും കടുകും വറ്റൽമുളകാണ് ഇത് ചേർത്താണ് താളിക്കണത് കേട്ടോ. ഇതോട് കൂടിയിട്ട് വെണ്ടയ്ക്ക കറി വെക്കണ പണി കഴിഞ്ഞു കേട്ടോ. അടുത്തത് സോസേജ് സ്ലൈസായിട്ട് അരിഞ്ഞതിന് ശേഷം കാശ്മീരി പൊടി ഒരു 1/2 സ്പൂണും പാകത്തിന് ഉപ്പും ഒലീവ് ഓയിലും ചേർക്കുന്നുണ്ട്. ഉപ്പ് ഉണ്ട് അതിൽ, നമുക്കൊരു നൈസായിട്ട് വേണമെങ്കിൽ ഒന്ന് ഇടാമെന്ന് മാത്രം. അതിന് ശേഷം നമ്മൾ ഒലീവ് ഓയിലിലോ അല്ലെങ്കിൽ ഈ ബട്ടറിലോ വറുത്തെടുക്കുക. ഇപ്പം ഞങ്ങളിവിടെ ബട്ടർ എടുത്തേക്കണത്. ആ ബട്ടർ ചൂടാവുന്നതിനനുസരിച്ച് ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മുടെ ഈ സോസേജ് ഇടണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇന്നും പതിവ് പോലെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. കിച്ചണിൽ എന്താ നടക്കണമെന്ന് അറിയാം, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അതാണ് പൊടിമോള് ഇപ്പോഴും ഒക്കത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സോസേജിൻ്റെ കൂടെ പയറുതോരനുണ്ട്, കാലത്ത് വെച്ചിട്ടുള്ള സബോളക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൈസ് ഉണ്ടായിരുന്നു, അതും ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.